നാംഡോക്ക് സീത്തോങ് മറ്റേ മോണാന്ന് പറഞ്ഞ ഇതിലൊരു വാദമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തെളിയിക്കുന്നവർക്ക് എന്താ കൊടുക്കുക? ഞാൻ പേഴ്സണലി നമ്മൾ A to Z 5 വലിയ മാവ് കൊടുക്കും. 5 വലിയ മാവ് സീത്തോങ്ങിന്റെ സീഡ് പോളിയാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ മാങ്ങന്റെ ഒരു നല്ല സമയമായപ്പോ ഒരു റിവ്യൂ ചെയ്യാൻ, റിവ്യൂ എന്നല്ല, കുറച്ച് ആൾക്കാർ മാങ്ങനെ പരിചയപ്പെടുത്താന്നുള്ളതിൽ ഒരു ചെറിയ പ്രോഗ്രാം ഒന്നും എന്താ പറയുന്നതിന് എനിക്കറിയില്ല. എന്തായാലും അതിനുള്ള സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ഓരോ മാങ്ങയും എടുത്തൊന്ന് നോക്കാം. നമുക്ക് ഓരോന്നോരോ നമുക്ക് വൺ ബൈ റിവ്യൂ ചെയ്യാം പറ്റുന്ന രീതിയിൽ. നമുക്ക് ആദ്യം ഇതിമ തുടങ്ങാം. കിങ് ഓഫ് ചക്കബത്ത്. ഒരുപാട് പേരുണ്ടല്ലേ. കിങ് ഓഫ് ചക്കബത്ത്, ബ്യൂട്ടി പ്രിൻസ്, UN6, BN7, റെഡ് ഡെബർ, തായ്വാൻ റെഡ്. പേരങ്ങനെ ഒരുപാട് ഉണ്ടായിക്കോട്ടെ, മാങ്ങക്ക് പേരുള്ളൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ച് വെച്ചാൽ മതി. പക്ഷേ ഇത് 6 വെച്ച ആൾക്കാരുണ്ട് കേട്ടോ. അല്ല, വെച്ചോട്ടെ. ഞാൻ പറഞ്ഞു സ്ഥലമുള്ള ആൾക്കാർ ഇതൊക്കെ വെച്ചോട്ടെ. ഇത് വെച്ചിട്ട് പഠിക്കാൻ തന്നെ ഉള്ളൂ. കായ്ക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. സ്ഥലമുള്ള ആൾക്കാർ 5, 6, 10 ഒക്കെ വെച്ചോട്ടെ. ഇപ്പൊ 5 സെന്റ് 6 സെന്റ് ഒക്കെ ഉള്ള ആൾക്കാർ ഏതെങ്കിലും ഒരെണ്ണം വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. ആളെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. വളരെ തിൻ സീഡാട്ടോ. ഫ്ലഷ് ക്വാളിറ്റി കണ്ടാൽ. ഓക്കെ, നമുക്കത് ബ്രിക്സ് ആയിട്ട് എടുക്കാം. ഈ തായ്ലൻഡ് സിസ്റ്റത്തിലൊക്കെ ഉണ്ടല്ലോ, ഇത് വേണോ? എങ്ങനെ എടുത്താണ് കുഴപ്പമൊന്നുമില്ല. മാങ്ങല്ലേ, എന്നിട്ട് കഴിച്ചു നോക്കാം ഓരോരുത്തർ. ഇതാ, എല്ലാവരും കഴിക്കുക. എന്നിട്ട് ഫ്രാങ്ക് ആയിട്ടുള്ള ഇത് പറയാം, അഭിപ്രായം പറയാം. നന്നെങ്കിൽ നന്ന് എന്ന് പറയാം. ഇതെന്താരോ ജംഷീറേ, ഇതിന്റെ സംഭവം എന്ന് പറയാം, നമ്മളൊരു നഴ്സറി പോയി കഴിഞ്ഞാലേ ഒരാളെ റിവ്യൂ ചെയ്യുമ്പോഴേ എന്തായാലും അവർക്കത് മോശം പറയാൻ പറ്റില്ല. ഇനി മോശം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ പുറത്ത് വരില്ല. അപ്പൊ ഇതിൽ കറക്റ്റ് ഇത് പറഞ്ഞാൽ മതി. ആരും ഒന്നും കറക്റ്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞാൽ മതി. രഞ്ജിത്തെ ഒരു പീസ് കഴിച്ചു നോക്കിയാ. രഞ്ജിത്തെ കഴിക്കഞ്ജിത്തെ എടുക്കാം നമുക്ക്. പിടി. നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, ഒരു മൈൽഡ് ഫ്ലേവറും ഉണ്ട്. നല്ല ഫ്ലഷ് ക്വാളിറ്റി. നീ കഴിച്ചോ? എന്താ അഭിപ്രായം മൻസൂറേ? നല്ല മാങ്ങ, അത്യാവശ്യം ഫ്ലേവറും ഉണ്ട്, നല്ല മധുരമുണ്ട്, നല്ല ഫ്ലഷ് ക്വാളിറ്റി. തീർച്ചയായിട്ടും വെക്കാം. ഓക്കെ, കാണാനും നല്ല ഭംഗിയാണ്. ഒരു വീടിന്റെ മുന്നിൽ കാഴ്ച നിൽക്കാൻ അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. ഒരു കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങ. കൊമേഴ്സ്യലി പുറത്തൊക്കെ ചെയ്യണ മാങ്ങ UAE-ലൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഇന്ത്യയിലെ കർഷകർ ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ചിലപ്പോ ഭാവിയിൽ വരെയായിരിക്കും. ഇതിന്റെ ഈ ഏകദേശം നമ്മൾ R2 ഉണ്ടല്ലോ, ഇതേ വലുപ്പത്തിൽ ഇതേ കളറില് സൗദിയിൽ ജീസാനിലെ വലിയ പിന്നെ മാംഗോ ഇതുണ്ട് ഫാമില്. അതിൽ ടോമി വേറെ എന്തൊരു പേരാണ്, ടോമി അഡ്കിൻസ് ഉണ്ട്. ടോമി അഡ്കിൻസ്. അത് ഷേപ്പിൽ കുറച്ച് വ്യത്യാസം. ഇവരെ ഇതെന്താ അറിയോ, ഇവര് ഇവിടുന്ന് അവിടെ പിന്നെയുള്ള ഫാം മുഴുവൻ സന്ദർശിച്ച് അതിന്റെ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇത് സൗദിയിലുള്ള എല്ലാ ഫാമുകളും സന്ദർശിച്ച് വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇതടുത്ത് നമുക്ക് RT2 കഴിച്ചു നോക്കുക. ഇത് RT2 ജംബോ റെഡ് എന്നൊക്കെ പറയും. ഓസ്ട്രേലിയൻ സ്വദേശിയാണ് മാങ്ങ. അവിടുത്തെ ബോവൻ റിസർച്ച് സെന്ററിൽ അവരുണ്ടാക്കിയെടുത്താണ്. ഒരു സീഡ്ലിംഗ് സെലക്ഷൻ ആണ് അത്. ഇത് R2 E2 എന്ന് പറഞ്ഞിട്ട് റോ 2 എവല്യൂഷൻ 2 അല്ലെങ്കിൽ റോ 2 ഈസ്റ്റേൺ ക്ലസ്റ്റർ 2. ഇത് 2 ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവർ ഒരുപാട് സീഡ് വാങ്ങിയിട്ട് ഇത് ബെസ്റ്റായിട്ട് കിട്ടിയ ആ പ്ലേസ് മാർക്ക് ചെയ്തിട്ട പേരാണത്. ഒരു 40 വർഷം മുന്നേറ്റം എടുത്തുകൊണ്ട് ഇതിൻ്റെ റിസർച്ച് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഇപ്പോഴും അവിടെ അവൈലബിൾ ആണ്. ഞാൻ അതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. നമുക്ക് അപ്പൊ ഇത് നമ്മളെ കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് ടേസ്റ്റ് മാറുമെന്ന് പറയാൻ പറ്റും. നോക്കാം അല്ലേ? അതെ, കേരളത്തിൽ ഉണ്ടായതുകൊണ്ടേ. അല്ല, കേരളത്തിൽ ഇതിന് ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായിട്ടാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്, പുറത്തുള്ളതിനെക്കാട്ടും കൂടുതൽ. പിന്നെ ഓരോ മാങ്ങനും വ്യത്യസ്ത മാങ്ങളായിട്ട് കണ്ടാൽ മതി. എത്ര കഴിക്കാൻ എത്ര ഉണ്ടായില്ലോ. ഇതിന്റെ ഒരു തന്നെ ക്യൂബൻ ഇഷ്ടം പോലെ ഉണ്ട് കഴിക്കാൻ ഓരോരുത്തർക്ക്. കഴിച്ചു നോക്കിയാ സാറേ, സാറേ കഴിക്കുക. നമ്മുടെ ഏതോ ഒരു മാങ്ങയുടെ ടേസ്റ്റിനോട് വരുന്നുണ്ട്. ഏതാണ്
ഇത് വലിയൊരു മധുരം പ്രതീക്ഷിക്കാം. മധുരമില്ല. ഇല്ല ഇതൊരു മറ്റേ 19-18 ഇതിന് TSS ഒക്കെ വരുള്ളൂ. ഭയങ്കര മധുരം എന്ന് പറയും, പക്ഷെ ഒരു മടുപ്പിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ്. പല ഈ തായ്ലൻഡ് വെറൈറ്റിക്കൊക്കെ എല്ലാത്തിലും ചെറിയൊരു ഇത് വരും. നമ്മുടെ നാട്ടിൽ ഏതോ ഒരു മാങ്ങന്റെ ഒരു ഇതിങ്ങനെ നമുക്ക് തോന്നും മനസ്സിൽ. ആ കൊളംബിനൊക്കെ അതെ കൊളംബിന്റെ ഒരു ഫ്ലേവറാണ് തായ്ലൻഡിന്റെ കുറെ വെറൈറ്റിക്ക് വരുന്നത്. അപ്പോൾ RT2 ഓക്കെ, ഇതിന്റെ ഓവറോൾ എന്താണ് വെറൈറ്റി ഒരു നല്ലൊരു മാങ്ങ. ഭയങ്കരമായിട്ട് ഒരു എക്സ്പെക്ടേഷൻ. ഈ സൈസിലുള്ള ഒരു മാങ്ങ തന്നെ മതി, ഒരു മാങ്ങ ഒരു ഫാമിലിക്ക് കഴിക്കാണ്ടാവും. ഈ ഇത്ര ഒരു പീസ് ഞങ്ങൾ ഇത്ര ആൾ കഴിച്ചു, ബാക്കി മാങ്ങ ഇവിടെ ഇപ്പോഴും ബാക്കിയാണ്. അപ്പം നല്ലൊരു മാങ്ങ, ഒരു ഭീകര ഫ്ലേവർ ഒന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരു മൈൽഡ് ഫ്ലേവർ ഉണ്ട്, അത്യാവശ്യം മധുരവും ഉണ്ട്. ഓക്കെ, മോശം എന്ന് പറയാൻ പറ്റൂല. ഇത് പിന്നെ മാങ്ങയെ കുറിച്ച് എൻ്റെ അഭിപ്രായം കേട്ടോ, അവര് പറഞ്ഞ അവരുടെ അഭിപ്രായവും മാങ്ങകളെ ഇതൊരു വീഡിയോ വരുമ്പോ ഇതിന്റെ ആവശ്യമുള്ളവർക്ക് അവരെ അഭിപ്രായങ്ങളായി കമന്റ് ആയിട്ട് പറയാം. അവനവന് ഇഷ്ടപ്പെട്ട മാങ്ങകൾ വെച്ചാൽ മതി. അത്ര ഒരാൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങൾ പറഞ്ഞു കേട്ടോ, ഒരാൾ മാങ്ങ വെക്കാം, അവനവന് ഇഷ്ടപ്പെട്ട മാങ്ങകൾ വെക്കുക, അത്രേ ഉള്ളൂ ഇതില്. ഇനി നമ്മൾ സൂപ്പർ ക്യൂൻ കട്ട് ചെയ്യാം. സൂപ്പർ ക്യൂൻ ഞാൻ മിനിയാന്നും കഴിച്ചിട്ടുണ്ട്. അല്ലല്ല, ഇത് സൂപ്പർ ക്യൂൻ, ഇത് തായ്ലൻഡ് സ്വദേശിയാണ്. ഇതിനും ഒരുപാട് പേരുണ്ട്. ഈ സാധനമാണ് എനിക്ക് ഒരാൾ ബനാന മാങ്ങ തന്നത്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതില്ലേ. ഈ സൂപ്പർ ക്യൂന്റെ മറ്റു പേരുകൾ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂജായ്, ഗോൾഡൻ കിൻ, ജിൻഹുവാങ്. ഇതിപ്പോൾ ഇവിടെ സൂപ്പർ കിങ് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് യുവൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. പല പേരുണ്ട് ഇതിന്. പിന്നെ ഫിലിപ്പീൻസിൽ ഇതിന് ജയന്റ് കാറ്റിമോൺ എന്ന് പറയുന്നുണ്ട്. ചില സ്ഥലത്ത് കാറ്റ് സൈഗോൾ എന്ന് പറയും. ഇംഗ്ലീഷുകാരൊക്കെ കാറ്റ് സൈഗോൾ എന്നാണ് ഇത് പറഞ്ഞത്. അപ്പം നിങ്ങൾ തന്നെ കഴിച്ചിട്ട് പറയും. ഞാൻ പേര് ഞാൻ പറയും, ഇത് പേര് പഠിക്കല് വലിയ കാര്യമുള്ള കേസൊന്നുമല്ല. പിന്നെ പേര് പഠിക്കുന്നത് വലിയ ഗ്രേറ്റ്നെസ്സും അല്ല. ഉണ്ടാവും, ഓരോ പേരുണ്ടാവും. പുറത്തല്ല, കൂടുതൽ പുറത്തുനിന്നല്ല വരുന്നത്. കാണിച്ചു തരാം. അത് നോർമൽ കാറ്റിമോണ്. കാറ്റിമോണ് അതിന്റെ ഷേപ്പ് അല്ല. ഇതും നമ്മുടെ ഇത് ടേസ്റ്റ് ഏകദേശം സെയിം ഇതായിട്ട് വരും. നമുക്ക് ഓവർ മധുരമില്ല. നമ്മളെ രഞ്ജിത്ത മാങ്ങ ഇഷ്ടം പോലെ. ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്നിച്ച് കഴിപ്പിക്കാന്ന് എഴുതിയാണ്. വേറെ കാര്യമുണ്ട്, ഒരു മാങ്ങനെ വെച്ചൊരു ഒന്നിനും വിലയിരുത്തരുത്, മാറ്റം വരും. അതിപ്പോ ആ മാങ്ങനെ റൈപ്പണ് കൂടുതലാണ് അല്ലേ. ഇത് സൂപ്പർ ക്യൂനെ കുറിച്ച് പറയുമ്പോൾ ഇതേ പച്ചക്ക് കഴിക്കാൻ പറ്റിയ മാങ്ങ കേട്ടോ. പച്ചക്ക് കഴിക്കാൻ നല്ല മാങ്ങ. നമ്മളൊരു മാങ്ങന്റെ പല ഗുണങ്ങളും പറയണ്ട. ഒരു പകുതി മൂപ്പത്തി തുടങ്ങിയാൽ മുതൽ ഇത് കഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ കാഴ്ചയുടെ പ്രശ്നം, ഈ കുത്തി പോകുന്നത്, പുഴുക്കേട്, ആ പ്രശ്നങ്ങളൊക്കെ ഒരുപാട്. നമുക്ക് പകുതി മൂത്തുണ്ടെന്ന് പറിച്ചു കൊണ്ടിരണോ ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. പച്ചക്ക് കഴിക്കാൻ നല്ല മധുരമുള്ള മാങ്ങയാണ്. പച്ചക്കും അവിടെ ഉപയോഗിക്കുന്നത് ലേശം പഴുപ്പ് കൂടിയിട്ടുണ്ടോ ഡൗട്ട് ഉണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഒരു നല്ല മാങ്ങയാണിത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒക്കെ ഒരു ഗുണം. ഒരു മാങ്ങയുടെ ഒരു ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകൾക്ക് കഴിക്കാൻ. ഇത് ഞാൻ അടുത്തത് നമ്മളെ ബനാന, വിവാദമായ മഹാചനക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഒറിജിനൽ പേര്. ഓക്കെ, ഇത് പല പേരിൽ ഇപ്പോൾ ഇവിടെ ബനാന പിങ്ക്, ബനാന റെഡ്, ബനാന യെല്ലോ, ഏത് പേരിലാണെങ്കിലും ഒരെണ്ണം മേടിച്ച് വെക്കുക. ആക്ച്വലി ഇതിന് ബനാന എന്നുള്ള പേരില്ല. ഈ ഷേപ്പിൽ ഒരുപാട് മാങ്ങകളുണ്ട്. ഇതൊന്നും നമ്മളെ നാട്ടിൽ എത്തിയിട്ടില്ല. ക്യൂലാം റോങ്, മങ്കുൻഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാങ്ങകളുണ്ട്. ഈ ഒരു ഷേപ്പുള്ള ഒരുപാട് തായ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഇതിന്റെ ഒറിജിനൽ പേര് മഹാചനക്ക്. ഇതൊരു ഹൈബ്രിഡ് മാങ്ങ. സൺസെറ്റ് മാംഗോയും അതുപോലെ നാൻക്ലാവ് മാംഗോയും കൂടി ചിയാങ് മായിൽ വെച്ചിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടാക്കിയൊരു മാങ്ങയാണിത്. അതുകൊണ്ട് ഇതിന്റെ ഒരു പേരന്റ് സൺസെറ്റ് മാംഗോ ആയതുകൊണ്ടാണ് ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് റെഡ് ഷെയ്ഡ് കാണിക്കും. ഇനി ചിലപ്പോൾ അത്ര സൂര്യ ഇല്ലാത്തടത്താണെങ്കിൽ ഇത് പഴുത്തന്നെ യെല്ലോ കളർ. ഇവിടെ രണ്ടുണ്ട്, റെഡ് ഉള്ളതുണ്ട്. അപ്പം ഇതെല്ലാം സംഗതി ഒന്ന് തന്നെ. ഒരു മരത്തിൽ തന്നെ രണ്ടുണ്ടാവണം. ഇവിടെ റെഡും എന്നിട്ട് ഇപ്പൊ രണ്ട് ടൈപ്പ് പറഞ്ഞ് വിൽക്കണേ. ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ. അല്ല, റെഡ് ഉണ്ട്, വാശി പിടിക്കണം ചില ആളുകൾ. അടിപൊളി പ്ലസ് ക്വാളിറ്റി കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം ഒരുപാട് മാംഗോ എക്സ്പേർട്സിനോടൊക്കെ അന്വേഷിച്ചത് അവരുടെ അഭിപ്രായത്തിൽ പോലും വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ബെസ്റ്റ് എമംഗ് തായ് വെറൈറ്റീസ് എന്ന് പറയാം ഇത് മഹാചനക്ക്. നമ്മളെ നാട്ടിൽ നല്ല കായ്പിടുത്തമാണ്. ഇപ്പോൾ മൻസൂറിൻ്റെ വീട്ടിൽ
അടിപൊളിയായിട്ട് കായ് പിടിച്ച് കിടക്കേണ്ടത് ഇതിപ്പം. എനിക്കൊരു 100 കായെങ്കിലും ഈ വർഷം കിട്ടി. മരമാവും തോന്നുന്നില്ല. ചെറിയ മരമാണ്, പക്ഷെ എന്നാൽ തന്നെ അത്യാവശ്യം ഒരു 10 കായിന്റെ മുകളിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അടിപൊളി. കഴിച്ചേക്കാ. ഞാൻ കഴിച്ചില്ല. എല്ലാവരും കഴിക്കതാ. ഇത് മധുരം കേട്ടോ. ഇത് മധുരം ഉണ്ടാവും അത്യാവശ്യം. നമ്മള് ശരിക്കും നമ്മള് ഈ പുഡിംഗ് ഒക്കെ കഴിക്കൂലേ, മാംഗോ പുഡിംഗ് ഒക്കെ കഴിക്കുന്ന അതേ ഫീലാണ്. മാങ്ങ നിന്നതല്ല, അത്രയും നാരുകളൊന്നും കാണുന്നില്ല. നല്ല കഴിക്കാം. വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്തു. ഇതിന്റെ സീഡിന്റെ സൈസ് ഉണ്ടല്ലേ, ഇതിന്റെ സീഡ് സൈസ് ഉണ്ടാവും. ബ്ലേഡ് എക്സാക്ട്ലി ബ്ലേഡ് എന്ന് പറയാം, കട്ട് ചെയ്ത് കിട്ടും. അത്രയും മാങ്ങ നമുക്ക് കഴിക്കാൻ കിട്ടും. നമ്മുടെ കാലാവസ്ഥയിൽ നല്ലോണം കായ്ക്കുന്ന ഒരു മാങ്ങയാണ്. പിന്നെ ഇതിന്റെ വേറെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുക്കേട് ഇതുവരെ ഇതിൽ കണ്ടിട്ടില്ല. കവർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല കളറ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. തായ് വെറൈറ്റീസിൽ ഞാൻ പറയാം ഫസ്റ്റ് വെക്കേണ്ട മാങ്ങകൾ പെട്ട ഒന്നാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബനാന അല്ലെ മഹാചനക്ക്. മഹാജൻ നമ്മുടെ ഇന്ത്യൻ ടച്ചുള്ള പേരാണ്. മഹാചനക്ക് എന്ന് അതിന് പേര്, മഹാചനക്ക്. ഇനി നമുക്കേതാ നാംഡോക്ക് കഴിക്കാം അല്ലേ? ഇത് എനിക്ക് ഗ്രീൻ ആണ്, ഇത് ഗോൾഡ് ആണ്. ഇത് ഗ്രീൻ, ഇത് ഗ്രീൻ അല്ലേ, ഇത് ഗോൾഡും അല്ലേ? രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് നാംഡോക്കുമായി ഇതിനെക്കുറിച്ച് ലേശൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. മാങ്ങ എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടത്തിന് വിൽക്കുക. ഇത് ഭംഗിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത മാങ്ങയാണ്. ഒരു വീടിൻ്റെ മുന്നിൽ വെച്ച് വെച്ചിട്ടുണ്ട്. കേരള കാലാവസ്ഥ നല്ല രീതിയിൽ കായ്ക്കും. ഇതാണ് മാങ്ങയുടെ ഷേപ്പ്, ഒരു പെർഫെക്റ്റ് ഷേപ്പ് എന്നൊക്കെ പറയാം. പിന്നെ എന്താണ്, നല്ല അത്യാവശ്യം ബുഷായിട്ടാണ് പ്ലാന്റ് വളരുന്നത്. റിസൾട്ടിനെ കുറിച്ച് ചെറുതിലേക്ക് കായ്ക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ കഴിക്കാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിങ്ങനെ കട്ട് ചെയ്യാം. കഴിച്ചിട്ട് നിങ്ങൾ തന്നെ പറയും. മധുരം എങ്ങനെയുണ്ട്? മധുരത്തിന്റെ കാര്യത്തിൽ ഇതൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇത് രഞ്ജിത്തൊക്കെ ഒരുപാട് നാംഡോക്ക് കഴിച്ച ആളാണ്. പഴം നമുക്ക് പിന്നെ കട്ട് ചെയ്യാണ്ട് ഇഷ്ടം പോലെ. ഏറ്റവും മധുരം മൻസൂർ കഴിക്കും. ഫ്ലേവർ ഉണ്ടോ? അതാണ് ചോദ്യം. ഉണ്ടോ? ഉണ്ട് പറഞ്ഞു. എന്തിനോട് ഇതെന്താ വെച്ചാലേ, ഇത് പലരും ഫ്ലേവറിന്റെ പ്രശ്നമെല്ലാം ഇതിൽ വരുന്നുണ്ട്. മധുരം കൂടുതലാണ്. പക്ഷെ ഞാൻ കുറെ ആളുകൾക്ക് കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. ചില ആളുകൾക്ക് മധുരക്കുത്തിന്റെ ആണോ ഈ ഫ്ലേവർ കുറവാണോ എന്താ, ചില ആളുകൾ അതിനൊരു ഇത് പറയുന്നുണ്ട്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാംഗോ ജെല്ലി ഒക്കെ കഴിക്കൂലേ. ഇനി ഞാൻ തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ നാംഡോക്കിനെ കുറിച്ചിട്ട്. ഞാനിപ്പോൾ കഴിച്ച് ഇന്ന് രാവിലെ ഞാൻ കഴിച്ചിട്ടുണ്ട് നാംഡോക്ക്. നാംഡോക്ക് നല്ല മാങ്ങ തന്നെ, നല്ലോണം കായ പിടിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാം മധുരത്തിന് ഒരു കുഴപ്പമില്ല. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ ഇതിനെ ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ, ഇത് മല്ലികയാണ്. മല്ലിക അല്ലെ ഹിമാപസന്ത് ഇതുപോലത്തെ മാങ്ങളോ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് ഫ്ലേവർ ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ഫ്ലേവർ ഉണ്ട് എന്ന് പറയാം, ചിലർക്ക് ഫ്ലേവർ ഇല്ല എന്ന് പറയാം. ഇത് കഴിക്കുമ്പോൾ ശരിക്കും ഒരു മാങ്ങ ജ്യൂസ് അല്ല മൻസൂറെ, അത് കഴിക്കുന്ന പോലെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഒരുപാട് മാങ്ങളൊന്നും കഴിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി എന്ന് പറയും. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് മാങ്ങൾ കഴിച്ചിട്ട് മാങ്ങളുടെ ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ അവരിത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് ഫ്ലേവർ കുറവായിട്ട് തോന്നും, ഫ്ലേവർ ഇല്ല എന്ന് പറയും. അപ്പം നമുക്ക് വേണ്ടിയത് നമുക്ക് എടുക്കുക, അതിൽ നമുക്ക് തർക്കിക്കാനൊന്നും നമുക്ക് പോകണ്ട. നാംഡോക്കുമായി ഫ്ലേവർ ഉണ്ട് എന്ന് പറഞ്ഞോളൂ, അവരിത് വെച്ചോട്ടെ. ഈ ഫ്ലേവർ ഇല്ലാത്ത പറഞ്ഞോളൂ വെക്കണ്ടേ വെക്കണ്ട. എന്തായാലും കഴിക്കാൻ പറ്റാത്ത കടിഞ്ഞല്ലോ. ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്ത് ഏതായിരുന്നു? അത് ഗ്രീൻ, ഇത് ഗോൾഡ്. ഇതിന്റെ ഗ്രീനും ഗോൾഡും തമ്മിലൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ വലിയ പ്രശ്നമുള്ള കേസാട്ടാ. എന്നെ കൊണ്ട് ഏതാണെങ്കിലും പറ്റൂല. അതെ. പക്ഷെ എന്താ വെച്ചാല് നമ്മള് ഒന്ന് കവറിട്ട് കഴിഞ്ഞാലേ യെല്ലോക്ക് വരുള്ളൂ. ഈ മറ്റേത് ഗോൾഡിന് എന്താ വെച്ചാൽ അങ്ങനെ തന്നെ മഞ്ഞ കളർ വരും. ഈ നാംഡോക്കിന്റെ ഗോൾഡിൽ തന്നെ ഈ നാംഡോക്കിലെ ഈ ഗ്രീനിന്റെ ശരിക്കും പറയുന്ന പേര് നാംഡോക്കുമായി ആഷ് 4 എന്നാ. നാംഡോക്കുമായി നമ്പർ 4 ആഷ് 4. ഇതിന് ഏറ്റവും കൂടുതൽ ആദ്യം കൊമേഴ്ഷ്യലൊക്കെ ചെയ്തിരുന്ന മാങ്ങ. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളൊരു വേരിയൻ്റ് ആണിത്. നാംഡോക്കിന് ഒരുപാട് വേരിയൻ്റ് ഉണ്ട്. ഇവിടെ ആദ്യമൊക്കെ നാംഡോക്ക് എല്ലാവരും ഗോൾഡ്, ഗ്രീന്, നമ്മളൊക്കെ ആദ്യം വന്നിരുന്ന സമയത്ത് പർപ്പിൾ അതേ നാംഡോക്കിന്റെ സീരീസേ അല്ല. ഗോൾഡ്, ഗ്രീന്, വൈറ്റ് ഇതൊക്കെയാണ് നാംഡോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊക്കെ ഇതിന്റെ പിന്നാലൊക്കെ പാഞ്ഞ് അന്ന് നമ്മളും ഇനി കുറെ മഹാരഥന്മാരൊക്കെ ഉണ്ട്, അതിനോട് നമ്മൾ എനിക്ക് പറയുന്നില്ല. അവരൊക്കെ
ഇത് എന്താണ് അറിയോ? ഞാനിപ്പോ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു നാംഡോക്ക് പർപ്പിൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ് ഞാൻ എല്ലാവരും അല്ല, പറഞ്ഞത്. ഇതിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇത് ഞങ്ങളൊക്കെ ആദ്യം മാവുകൾ മേടിച്ച സമയത്ത് ഒരേ സാധനം തന്നെ പല പേരിൽ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മളൊക്കെ മേടിച്ചു. ഒരു 3 വർഷമായിട്ടുള്ളൂ നമ്മൾ മേടിച്ചു. അന്നൊന്നും നമുക്കിത് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ട് ഈവൻ പുറത്തുള്ള കൺട്രീസിലെ ആളുകളോടൊക്കെ സംസാരിച്ച് ഒതന്റിക് സോഴ്സസ് എന്നാണ് നമ്മൾ ഇതിനൊക്കെ പേരൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ശരിക്കും പേര് നാംഡോക്കുമായി സീത്തോങ്. എന്നാൽ നാംഡോക്കിന് ഇതുവരെ ഒരുപാട് പേരുണ്ട് ഇതുവരെ വരാത്ത. നാംഡോക്കുമായി പ്രാപിതാങ്, നാംഡോക്കുമായി തീപ്പ്, പിന്നെ പറയാൻ കിട്ടാത്ത ഒരുപാട് പേരുകളൊക്കെ നാംഡോക്കിനുണ്ട്. ഒരുപാട് വേരിയൻസ് ഉണ്ട്. എനിക്ക് ഗോൾഡ് കഴിച്ചപ്പോൾ ഗ്രീനിനെക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് തോന്നി. ഇതൊന്നും കഴിച്ചു. അത് നിങ്ങൾ ഇതിന്റെ അല്ല, ഉണ്ടല്ലോ അവിടെയും പടം കഴിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫ്ലേവർ കാണുമോ? അല്ല ആദ്യം കഴിക്കും, എന്നിട്ട് തോലുണ്ടല്ലോ കട്ട് ചെയ്തൊന്ന് കൊടുത്തു. എനിക്കിത് ബേസിക്കലി രണ്ട് തമ്മിൽ വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടാ. ഇതിന്റെ മനസ്സിലാ ഗ്രീനും ഗോൾഡ് തമ്മിൽ വലിയ വ്യത്യാസം തോന്നിയാ? ഫ്രഷ് ഒന്ന് കഴിച്ചിട്ട് തോലൊന്ന് കഴിച്ചു നോക്കിയാ? തോലിനോട് ഇങ്ങനെ കറന്ന് കഴിക്കുമ്പോൾ മാറ്റം എന്ന് പറയാനില്ല ശരിക്കും. ഒരു ബനാന കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ആ മധുരം കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. കളറിലുള്ള മാറ്റം അല്ലാതെ ഗ്രീനും ഗോൾഡും തമ്മിൽ ഭംഗിയാ പോരല്ലേ? ഭംഗിയാ പോരാണ്. എവിടെയും വെക്കാൻ പറ്റിയൊരു മാങ്ങയാണ് എന്തായാലും. അല്ലാതെ ഫ്ലേവറിൽ വല്ല വ്യത്യാസമോ ഫ്ലഷിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമോ ഒന്നും തോന്നില്ല. സൈസ് പല മാവിന്റെയും പല ഘടകം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. നമ്മളെ ഇതിനനുസരിച്ചൊക്കെ വരും. ഇതന്നെ കിട്ടില്ല കളറിൽ തന്നെ. ഇതാണ് നമ്മളെ ലക്ഷങ്ങളുടെ മാങ്ങ മിയാസാക്കി. മിയാസാക്കി എന്ന് പറഞ്ഞാൽ ഇതല്ല ഒറിജിനൽ മിയാസാക്കി. മിയാസാക്കി വേറെ എന്നൊക്കെ പലരും പറഞ്ഞു. ആക്ച്വലി മിയാസാക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് ജപ്പാനിൽ ഫ്ലോയിഡ വെറൈറ്റി ഇർവിൻ അവർ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രൊവിൻസിന് പറഞ്ഞ പേരാണ് മിയാസാക്കി. ബേസിക്കലി ജപ്പാനിൽ മാങ്ങ കായ്ക്കൂല. ഓക്കെ, മാങ്ങ കായ്ക്കാത്ത സ്ഥലത്ത് അവർ മറ്റേ ടെമ്പറേച്ചറൊക്കെ കൂട്ടി റെയിൻ ഷട്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന മാങ്ങ അവിടെ ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടി അവിടെ ഓപ്ഷനിൽ വെച്ചപ്പം കിട്ടിയ പൈസയാണ് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ. ജപ്പാനിൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. ജപ്പാനിൽ കൂടുതലുള്ളത് മാൻഡറിൻ ഉള്ളത്, നമ്മൾ ഓറഞ്ച് വെറൈറ്റികൾ അങ്ങനത്തെ. അല്ലാതെ മാങ്ങ ചക്ക ഇതൊന്നും ജപ്പാനിലില്ല. പിന്നെ കുറച്ച് മെയിനായിട്ട് തണുപ്പിൽ കായ്ക്കുന്ന സാധനങ്ങളാണ് അവിടെ കൂടുതലുണ്ട്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുണ്ട്. സബ് ട്രോപ്പിക്കലാണ് അവിടെ. അപ്പം മാങ്ങ ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക്. ഇതിൻ്റെ ഒറിജിനൽ പേര് ഇർവിൻ, ഐവൻ, പിന്നെന്താ എഗ് ഓഫ് സൺ, താവോനിയോ ടൊമാഗോ, ഒരുപാട് പേരുകളുണ്ട്. റിസർച്ച് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ഒരു ക്രേസ്. ഇയാളെ വെയിറ്റ് ചെയ്തതിന് എന്തിനാ കാര്യത്തിൽ വരണ്ടേ? ഞങ്ങൾക്കൊരു ചെറിയ ഇത് ഫൈബറൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. കഴിച്ചിട്ട് വ്യക്തമായിട്ടുള്ള നല്ലത് മാത്രം നോക്കി അതിനെ കുറിച്ച് അതിന്റെ ഞാൻ പറഞ്ഞ മഹിമ ഇതൊന്നും ആരും പറയണ്ട കേട്ടോ. ഒരാളെ എനിക്ക് വേണ്ടിട്ട് ഒന്നും പറയണ്ട. ഉള്ളത് എന്താണ് അതിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞത്. വിലയിരുത്താൻ പാടില്ല, പക്ഷെ എന്നാൽ കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറയും. ഇപ്പൊ കഴിച്ച മാങ്ങകളായിട്ട് കമ്പയർ ആയിട്ട് പറയും. ഉള്ള അഭിപ്രായം അതുപോലെ പറഞ്ഞാൽ മതി. ഇതിന്റെ എനിക്ക് ഓവർ മധുരത്തിന്റെ ഇതില്ല, മധുരം കുറവില്ല, ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. പക്ഷെ സംഭവം നല്ല ടേസ്റ്റാണ്. എന്നെ സംബന്ധിച്ചത് ലേശം പാർട്ടി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ മാങ്ങകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മധുരം കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ മെയിൻ ഭംഗി കാഴ്ചക്കുള്ള ഭംഗിയാണ് ഇതിന്റെ മെയിൻ. ഇത് ഭയങ്കര മധുരമുള്ള ഒരു മാങ്ങയാണ്, ഭയങ്കര ഫ്ലേവർഫുൾ മാങ്ങയാണ്. പക്ഷെ ഭയങ്കര സ്മെല്ലാണിത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊണ്ടുവന്ന് നനഞ്ഞുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലുള്ള മാങ്ങ, ഭയങ്കര ഫ്രേഗ്രൻസ് ഉള്ള. ഞാനിവിടെ പറിക്കാണ്ട് ഞാൻ കാണിച്ചുതരാം. ഇത് ഇങ്ങനെ ഒന്നായിട്ടൊക്കെ കൂടി ഫ്രിഡ്ജിലും വെച്ചും കൂടി വേണ്ടത്. അപ്പം ഇത് മധുരം ഇതെന്താ വെച്ചാലേ ഇത് കാഴ്ചക്ക് ഒരു ഭംഗി അത് തന്നെ. ഞാൻ ഇത് എല്ലാവരോടും പറഞ്ഞത് ഒരു ആവറേജ് ടേസ്റ്റ് ഞാൻ പറയാറുള്ളൂ. കറി അങ്ങനെ ഒന്നുമില്ല, ഒരു ബാഡ് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ ഒരു മധുരം ഒരു എന്താണ് പറയാ, സ്കിന്ന് വളരെ തിന്നായിട്ടാണ് അല്ലേ? വലിയ മധുരം ഇല്ല. അപ്പം വലിയ രീതിയിലുള്ള ഫ്ലേവറും പ്രതീക്ഷിക്കേണ്ട. കാഴ്ചക്ക് ഭംഗിയുണ്ട്. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഇത് നേരത്തെ പറഞ്ഞത് ഓപ്ഷനിൽ നമ്മളെ നാട്ടിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളെ നാട്ടിൽ നമ്മളെ കോഴിമുട്ട ലേലത്തിൽ വെക്കൂലേ, പള്ളിയിലും അമ്പലത്തിലും ഇതിലൊക്കെ. ഒരു മുട്ടയ്ക്ക് ചിലപ്പോൾ 5 രൂപ ഉണ്ടാവുള്ളൂ. അത് ലേലം ചെയ്തെടുക്കുക എത്രയ്ക്കാ? 1000-1500 രൂപ. സെയിം. ഇത് എത്രത്തോളം സിമ്പിളാണ്. അതുകൊണ്ടാണ് ഇതിന് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ. ഇതൊരാളും വെച്ചിട്ട് ഇതിന് 2 ലക്ഷം 3 ലക്ഷം ഒന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഇത് ഒരു ഭയങ്കര ഒരു ചടങ്ങിൽ ഉപയോഗിക്കണല്ലേ, ചടങ്ങിന് വെക്കണം. ഇത് ഭയങ്കര ടേസ്റ്റി, ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള മാങ്ങ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അതൊക്കെ ഒരു മാങ്ങ ഒരാൾ വെക്കുന്ന പല ഘടകം കൊണ്ടാണ്. ചിലപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ കാഴ്ചക്ക് ഭംഗിയുള്ള ഒരു മാങ്ങ എന്ന് പറയുന്നുണ്ട്, ആൾ ചിലപ്പോൾ ഇത് ഓപ്റ്റ് ചെയ്യും.
ഇനിയിപ്പോ ഇനി ഏതാ നമുക്ക് അത് ലാസ്റ്റ് ചെയ്യാം. ഇത് കസ്തൂരി മാംഗോ. ഇത് ശരിക്കും ഇതിന്റെ പേര് എന്താണ് പറയാ, ഇത് ഈ സ്പീഷീസ് അല്ല. ഇതൊക്കെ മാംഗിഫോറ ഇൻഡിക ആണ്. സ്പീഷീസ് ആണോ ഇനി അതിന്റെ പിന്നാലെ പറഞ്ഞു വരണ്ട. ഇതിന്റെ വർഗം അങ്ങനെ പറയാം. ഇത് മാംഗിഫോറ കസ്തൂരി എന്നാണ്. ഇത് ഇന്തോനേഷ്യയിലെ കലമോട്ടൻ ഐലൻഡ് എന്നാണ് വരുന്നത്. തോന്നുന്നുണ്ട്. ഇത് കാഴ്ചക്ക് ഭംഗി തന്നെ, അല്ലാതെ ഇതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ബാക്കി നിങ്ങൾ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ചെറിയ മാങ്ങയാണ്. ഒരുപാട് പ്ലാന്റ് ഉണ്ട്, പക്ഷെ ഇതുവരെ കായ്ച്ചതായി ഞാൻ കേട്ടിട്ടില്ല. റഷീദിന്റെ അടുത്താണ് ഇത് ആദ്യമായിട്ടൂടെ കായ്ക്കുന്നത്. ചിലപ്പോ കായ്ച്ചിട്ടുണ്ടാവും. കണ്ടിട്ടില്ല. ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ അത് കൊടുത്തപ്പോഴേ വീഡിയോ കൊടുത്തപ്പോ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കമന്റിന് എവിടെയെങ്കിലും കാഴ്ചയുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പിലുണ്ട് നമ്മള്, അതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ചെറിയ പുളിയുണ്ട്. ഇത് ശരിക്കും നമ്മളെ ഇതിന്റെ ഒരു കോട്ടർകോണത്തിന്റെ ഫ്ലേവർ എന്തെങ്കിലും വരുന്നുണ്ടോ ഇതിന്? ഇത് നല്ല പുളിയാണ്. സത്യം എന്താ പറയുക, എനിക്ക് നല്ല പുളിയുണ്ട്. ഫ്രാങ്ക് ആയിട്ട് പറയാം. മധുരത്തിനെക്കാട്ടും കൂടുതൽ പുളിയാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്ലാന്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ വീടിന്റെ മുന്നിൽ ടെർമിനാലി അങ്ങനെ ഒരുപാട് ഓർണമെന്റൽ പ്ലാന്റ്സ് വെക്കൂലേ, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഇത് ഭയങ്കര മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന്റെ കാണുന്ന അതിന്റെ ആ ചെടിയുടെ ഭംഗിയാണ്. കഴിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു കൂട്ടത്തിൽ ബ്ലാക്ക് സ്റ്റോൺ കഴിക്കാൻ. ഓക്കെ, അപ്പം ഒരു മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാരും വെക്കേണ്ട. പക്ഷെ ഒരു വീടിന്റെ മുന്നിലൊക്കെ ഭംഗിക്ക് ധൈര്യമായിട്ട് വെക്കുക. എസ്പെഷ്യലി ഇതിന്റെ തളിരലൊക്കെ കാണുമ്പം ഒരു ഭയങ്കര ഭംഗിയാണ്. മൊത്തത്തിൽ തളിരടിച്ച് നിൽക്കുന്ന സമയത്ത് ഇത്രയും മാങ്ങ കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. സാധാരണ ഒരു നോർമലി പറ്റുന്ന ആൾക്കാർക്കൊക്കെ കഴിച്ചാൽ പറ്റുന്ന കുത്തില്ല. നല്ല തോല് നല്ല കട്ടിയുണ്ട്. ഇനി അടുത്ത ഇതാണ് നമ്മുടെ ആരോമ 3 ടേസ്റ്റ്. ഒന്ന് രഞ്ജിത്ത വീഡിയോ ഒന്ന് കണ്ടെടുത്താ. ഇത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. അല്ല, ഇത് ഒരു മൾട്ടി ചെയ്ത പ്ലാന്റ് ആണ്. ഇത് ഈ രീതിയിൽ കായ്ച്ചു നിൽക്കണമെന്നുണ്ട്. തന്നെയാണ് മെയിൻ ഘടകം. ഈ സൈസുള്ള മാങ്ങ ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 600 വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട് മറ്റേ മാർക്കറ്റിൽ നിന്ന് മേടിച്ച മാങ്ങ. എനിക്ക് ബേസിക്കലി അതുവരെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ ക്യൂൻ നമ്മളിപ്പം പഴുത്തത് കഴിച്ച്. ഇത് പച്ച സൂപ്പർ ക്യൂനാ. സൂപ്പർ ക്യൂൻ, ഗോൾഡൻ ക്യൂൻ, ഇവിടെ ക്യൂജായ്, ജിങ്ഹുവ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ജിങ്ഹുവ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രീഡറെ പേരാ. ജിങ്ഹുവാൻ ജിങ്സി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രീഡർ എൻ്റെ അടുത്തുണ്ട് ജിങ്ഹുവാങ്ങിന്റെ ഫോട്ടോ ഒക്കെ. ഇത് വെറുതെ ജിങ്ഹുവാൻ എന്ന് പറഞ്ഞ അത് കാര്യമില്ല. അത് അവിടെ ഇത് ബ്രീഡ് ചെയ്തെടുത്ത ആളെ പേരാണിത്, ജിങ്സുവാങ്. ഇത് ഐവറി മാംഗോയും കീറ്റും കൂടിയുള്ള ക്രോസ് ഹൈബ്രിഡാണ് സാധനം. ഇത് നമുക്കൊന്ന് പച്ചക്ക് കഴിച്ചു നോക്കാം. ഇതിന്റെ പേരന്റ് കൂടിയാണിത്. ഓക്കെ, പച്ച മാങ്ങയാണ്. അതിന്റെ കൂടെ ഈ 2 എണ്ണം കൂടി ചേരുന്നതാണ് ഈ സാധനം. ഓക്കെ, അതിനോണ്ടാണ് ഈ കളർ വരുന്നത്. സൈസും മധുരം കഥ ഈ ബോണ്ടല്ലോ വെച്ചിട്ടാ പിടിക്കണം വേണ്ട. ഓക്കെ, റെഡ് കളർ ഉണ്ടോ? സൂപ്പർ ക്യൂൺ റെഡ് ഉണ്ട് പറയണ്ടോ? സൂപ്പർ ക്യൂനും വെയിൽ കൊള്ളുന്ന സമയത്ത് റെഡ് ഷെയ്ഡ് നല്ല റെഡാ കണ്ടോ. അത് വെയിൽ കൊള്ളുന്ന സമയത്ത് സൂപ്പർ ക്യൂനും റെഡ് റഷീദിന്റെ അടുത്തുണ്ട് പറയണ്ട. ആരെങ്കിലും ചോദിച്ചു അല്ല, അതാ ഇതിന്റെ പേരന്റിന്റെ ഗുണാണ്. എവിടെങ്കിലും ഒരു റെഡ് കളർ കണ്ടാ പിന്നെ അതാണ് ഇതിന്റെ സ്റ്റൈൽ ആക്ച്വലി. മറ്റേ നമ്മുടെ ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ അവരുടെ ഒരു സലാഡ് ഉണ്ട്, റുജാക് എന്ന് പറഞ്ഞ മധുരവും പുളിയൊക്കെ കൂടിയുള്ള. അത് കൂട്ടിയിട്ടാണ് ഇത് കൂടുതൽ കഴിക്കുന്നത്. സംഭവല്ലേ, ഞാൻ അത്ര ദിവസമായിട്ടേ ഇതിങ്ങനെ കഴിച്ചില്ല. അതായത് കപ്പല്ലേ, കപ്പ പൊടി എങ്ങനെ ഉണ്ടാവും അതേമാതിരിയാണ്. കപ്പന്റെ ഒരു പൊടി പോലെ ഉണ്ടാവും. ഇതേമാതിരിയാണ് നാംഡോക്കി. പഴുത്താലും കഴിക്കാം, ഒരു മൂപ്പത്തി കഴിഞ്ഞാലും കഴിക്കാം. ഇത്ര നന്നായിട്ട് പഴുക്കുന്നതിന്റെ മുന്നേ ഇത് കഴിക്കാൻ പറ്റും. അതന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ നാട്ടിലെ കാഴ്ച പ്രശ്നത്തൊക്കെ വരുന്നതിന് മുന്നേ മാങ്ങ മൂത്ത് തുടങ്ങിയാലാണ് ഇതിന് കാഴ്ച കുത്തിയിട്ട് മൂപ്പെത്തുമ്പോൾ തന്നെ അതിന്റെ ലാർവ വിരിഞ്ഞ് പുഴു വരിക ചെയ്യാം. അപ്പോൾ അതിന്റെ മുന്നേ നമുക്കിത് പുറത്ത് കഴിക്കാൻ പറ്റിയ അത് വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ. ഇത് നമ്മുടെ 3 ടേസ്റ്റ്, ജയന്റ് ഐവറി, ഗ്രീൻ ഐവറി, ആരോമ, കിംഹെങ്. പിന്നെ കിംഹെങ് ബ്രീഡർ പേര് കേട്ടോ.
കിയോസ് ആംബ്രോസ് റോഡ് ആദ്യം പറഞ്ഞില്ലേ അത് വേറെയാണ് മാറും. അല്ല ആക്ച്വലി അതൊരു കൺഫ്യൂസിങ് പാർട്ടാണ് കിയോസ് ആംബ്രോഡും കിയോസ് ആംബ്രോസും തമ്മിൽ. അത് നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. കാരണം ഇതിന് ഇന്തോനേഷ്യയില് കിയോസ് ആംബ്രോഡ് എന്നാ പറയുന്നത്. ഞാൻ ഇപ്പൊ 2 ദിവസം മുന്നേ ജോലി സിംഗറായിട്ട് ആള് ലീഫൊക്കെ വിട്ടുന്നിട്ടുണ്ട്. എക്സാക്ട്ലി ഇത് തന്നെ സാധനം അവിടെ കിയോസ് ആംബ്രോഡ്. നമ്മുടെ നാട്ടിൽ കിയോസ് ആംബ്രോഡ് എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുത്തതിൽ മൾട്ടിപ്പിൾ വെറൈറ്റികൾ ഉണ്ട്. അതിൽ നാംഡോക്ക് മുന്നുണ്ട്, ഇതും ഉണ്ട്. ഇത് നമ്മളൊരു സ്ഥലത്ത് പോയ സമയത്ത് കിയോസ് ആംബ്രോഡ് എന്ന് വെച്ച റോല് ഇത് രണ്ടും കണ്ടിട്ടുണ്ട്. മൻസൂർ ഓർമ്മയില്ലേ? അപ്പം അത് അവരെ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പം ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് പച്ചക്ക് കഴിക്കുന്ന മാങ്ങ തന്നെയാണ്. പഴുത്താഞ്ഞാലും 3 ടേസ്റ്റ് അല്ലേ? 3 ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യൂസ് ആംബ്രോസ് എന്നുള്ളതിനെ, അല്ലാതെ 3 ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മാങ്ങയ്ക്ക് പച്ചക്ക് പുളിയും മധുരവും ഒക്കെ ഉള്ള ടേസ്റ്റ് തന്നെയാണ്. അത് അതിന്റെ വെർബൽ ട്രാൻസ്ലേഷൻ ആണ് ക്യൂസ് ആംബ്രോസ് എന്നുള്ളതിന്റെ. അതിനെ ബംഗാളികള് 3 ടേസ്റ്റ് ആക്കി, അത്രേ ഉള്ളൂ. ഇതിന്ന് എടുത്തോളൂ, ഇത് എടുത്തോ. അതെ 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 അതെ. അല്ല, ഇത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോ സമയത്ത് ഓരോ മധുരാണ്. പച്ചയിലൊന്ന്, മൂത്തലൊന്ന്, പഴുത്താലൊന്ന്. ഇതല്ലേ ഇത് സൂപ്പർ കിങ് ആണ്. തീരെ പുളി സൂപ്പർ ക്യൂൺ അല്ലേ? തീരെ പുളിയില്ലാത്ത ചെറിയൊരു പുളിപ്പുണ്ട്. പക്ഷെ അത് കഴിച്ചില്ല എല്ലാരും. ഓക്കെ, ഇത് പഴുത്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഋഷിക്ക് അതൊരു മാങ്ങ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. പഴുത്തിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. ഇത് ഞാൻ പഴുത്തിട്ട് കഴിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു ഫ്ലേവർ ബോംബ് എന്നുള്ള ഒരു അവകാശമൊന്നുമില്ല. പക്ഷെ ഒരു എന്താണ് പറയുക, നല്ലൊരു അവക്കാഡോ ഷേക്ക് ഉണ്ട്. ഞാൻ അങ്ങനെ പറയില്ല, ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാനിത് എൻ്റെ ചാനലിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഇഷ്ടപ്പെടും, ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെടും. സീഡ് ഇതൊക്കെ വളരെ തിന്നാണ്. ഇത് ഈ കത്തിയോണ്ടിക്ക് ചെത്താൻ ഇതുണ്ടോ സീഡ്. ഏകദേശം തായ്ലൻഡ് കുറെ വെറൈറ്റിക്ക് എല്ലാം അതേപോലെ. ഇനി നമുക്ക് പച്ചയിൽ ഇപ്പൊ നമ്മളെ സൂപ്പർ ക്യൂനും ആരോമ്യം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടില് പച്ചക്ക് കഴിക്കുന്ന മാങ്ങ ഏറ്റവും കൂടുതൽ വിൽക്കുന്നതാണ്. ഇത് കഴിക്കാൻ മോശമൊന്നുമല്ല. പക്ഷെ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയും ഇതിലായിട്ട് ബെസ്റ്റ് തോന്നി. ഇത് നമുക്ക് പിന്നെ ആർക്കും കഴിക്കാം, പുളിയില്ലാതെ ഇങ്ങനെ വെറുതെ സൂപ്പർ ഗോൾഡൻ ക്യൂ. ആരോമ ചെറിയ പുളിയുണ്ട്. ഇത് സലാഡിലൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഇതൊരു എന്താ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പുളി തന്നെ കഴിക്കാൻ പറ്റും. പക്ഷെ ഉപ്പും മുളകും അതില് ഇതിന്റെ അത്ര വലിയ, കാരണം അതിന്റെ ആവശ്യമില്ല ശരിക്കും. ഇത് ബെസ്റ്റ് ആണ്. പച്ചക്ക് കഴിക്കാനും പഴുത്തിട്ട് കഴിക്കാനും ഒക്കെ സൂപ്പർ ക്യൂൺ അടിപൊളിയാണ്. ഇത് കറക്റ്റ് മൂപ്പാണെന്ന് അറിയില്ല കേട്ടോ. ഇതേതാ റഷിക്ക? പെട്രീഷ്യ അല്ലേ? പെട്രീഷ്യ നമ്മുടെ കല്ലുകെട്ടി മാങ്ങ, എറണാകുളത്തുള്ള ജോസഫേട്ടന്റെ മാങ്ങയാണ്. അതൊരു കല്ലുകെട്ടിയുടെ വേരിയൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത മാങ്ങയെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് അത്യാവശ്യം സൈസും ഉണ്ട്. ഇത് ഒന്നും കൂടി മൂപ്പ് കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ മാങ്ങ. നമുക്ക് നോക്കാം. ഇത് മാങ്ങയുടെ സൈഡ് കാണുമ്പോൾ തന്നെ ഒന്നും കൂടി മൂപ്പ് എത്താനുണ്ട് തോന്നുന്നുണ്ട്. മൂപ്പിന് കുറവുണ്ട് എന്തായാലും. എന്താണ് നിങ്ങൾ കഴിച്ചു നോക്കി? രഞ്ജിത്തെ പെട്രീഷ്യ കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചു നോക്കി. എന്തായാലും പറയാം. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഈ ഒരു സ്റ്റാൻഡേർഡില് ഇപ്പൊ ഇതുവരെ കഴിച്ചതിന്റെ ഒക്കെ മേലെ നിൽക്കൂലേ? അല്ല അതുകൊണ്ടാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇന്ത്യൻ മാങ്ങയുടെ കഴിച്ചേക്കാളുള്ള മാങ്ങകള് ഇല്ലാന്നൊന്നും പറയാൻ, നമ്മൾ ഒരുപാട് മാങ്ങകളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഒരു മെജോറിറ്റി നമ്മുടെ മാങ്ങകളൊക്കെ ഭയങ്കര ഫ്ലേവർ ബോംബ്സ് ആണ്. കല്ലുകെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവ് പണ്ട് നമ്മളെ പതി വെച്ചിങ്ങോട്ട് എടുക്കും. മറ്റേ നമ്മുടെ ഇന്ന് എയർ ലെയർ ചെയ്തെടുക്കാന്ന് പറയും. അന്ന് വീണ് പോകാതിരിക്കാൻ വേണ്ടി ചുറ്റുവറും കല്ല് കെട്ടി സംരക്ഷിച്ചതിന്റെ പേരിലാണ് ഇതിനെ കല്ലുകെട്ടി. ഇതിന്റെ തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. കല്ലുകെട്ടി തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണിത് പെട്രീഷ്യ എന്നിട്ട്. ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചോട്ടെ. അടിപൊളി കേട്ടോ. ഇത് ശരിക്ക് ആട്ട് മൂപ്പ് എത്തിയിട്ടില്ല. ഇത് ഞാനേ നിങ്ങൾ ആരും റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ ശരി, ഇതിന് ഞാൻ ഏറ്റവും ടോപ്പിൽ നിർത്തുന്നുണ്ട്. കാരണം അത്രയും ഇതിന്റെ മൂത്ത പഴം, ഇതിപ്പോ എന്താ പറയാ, ഇത് നേരത്തെ പറിച്ചു
മൂത്ത എന്നാലും മധുരം ഇതെന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഇത് ആണ്. നല്ല വിവാദം ഉണ്ടാക്കിയ സാധനമാണ്. ആ അയാളെ അഞ്ഞ ഒന്നുമില്ല പറയാൻ ബാക്കിണ്ടെങ്കിൽ. ആ ഓക്കെ ഓക്കെ. അല്ല പെട്രീഷ്യ നല്ല മാങ്ങ കേട്ടോ, പിന്നെ നല്ല മാങ്ങ. അതിന്റെ അപ്പുറത്ത് നമുക്ക് ബാക്കി വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കണ്ട. ഇത് നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞേ, ഇന്ത്യ കേരളത്തിന്റെ കേരള ഒറിജിൻ കേരളാണ്. ഇതേ മരത്തുമ്പന്ന് ഞാൻ ഇതിന്റെ കമ്പ് എടുത്തിട്ട് തൈകളും ഉണ്ടാക്കുന്നുണ്ട്. ഇതല്ല. അതെ. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് തീരദേശ തൈകൾ ഗ്രാഫ്റ്റിംഗ്. അവിടെ നല്ല പെർഫോമൻസ് ആണ് കല്ലുകെട്ടി. നീ നമ്മുടെ ഇന്ത്യയുടെ പ്രൈഡ് എന്ന് അറിയാം, മല്ലിക. ഓക്കെ, ICR ഡെവലപ്പ് ചെയ്ത മാങ്ങയാണ്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അതാ ഒന്ന് അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് കഴിച്ചു നോക്കാം. മല്ലിക കഴിച്ചതിന്റെ ശേഷം മല്ലിക ഇവിടെ കാണൂല, അല്ലെങ്കിൽ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കിൽ തന്നെ മരം കിടക്കുന്നുണ്ട്, ഇതിലാണ് നോക്കിയാൽ കാണൂല. അല്ലല്ല, ബാക്കിലുണ്ട്, വേറെ ഉണ്ട്, അപ്പുറത്തുണ്ട്. പുറത്തുള്ള മല്ലികളാണ് റഷീദക്കണ്ടാണ്. ഇതേ നിങ്ങൾ എന്റെ മരം കണ്ടില്ലേ, എന്റെ മരത്തുമ്പോണ്ടാണ് ഇവിടെ ഉണ്ടാണ് മല്ലികയാണ്. ഇതേപോലെ ഇതിന്മേ ഞാൻ ഒരുപാട് തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. 100% മല്ലികന്റെ മാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ വിശ്വസിച്ച് കൊണ്ടുപോവാ. എന്തായാലും ഇവിടെ കായ്ക്കും ചെയ്യും, റിസൾട്ടും ഉണ്ട്. ആന്ധ്ര മല്ലികന്റെ ഏകദേശം അടുത്ത ടേസ്റ്റ് എത്തിയ ഒരു മാവാണ് മല്ലിക. ഞാൻ മല്ലികന്റെ ഒരു ഫാനാണ്. അപ്പം റഷീക പറഞ്ഞില്ല ആന്ധ്ര മല്ലിക. ആക്ച്വലി ആന്ധ്ര മല്ലിക, തമിഴ്നാട് മല്ലിക, കേരള മല്ലിക ഒന്നൊന്നുമില്ല, ഒക്കെ മല്ലിക തന്നെയാണ്. ടേസ്റ്റ് മുക്ക മല്ലിക മല്ലികയുടെ സീഡ്ലിംഗ് ആണ്. മല്ലികയുടെ സീഡ്ലിങ്ങിനെ മുക്ക മല്ലിക എന്നോ എന്ത് വിളിക്കാം. അപ്പം മല്ലിക നമ്മുടെ ഒരു ഇന്ത്യയുടെ ഹൈ. നമ്മളിപ്പോ മുതലമടൊക്കെ പോയിട്ട് മല്ലിക ഒരു 1.5 കിലോ വലിപ്പമുള്ള വലിയ പിന്നെ മല്ലിക. ചില നമ്മൾ മാർക്കറ്റിൽ വെക്കാണ് ചപ്പിയിട്ടുള്ള മല്ലിക ആണ്. അത് പറയാം. അല്ല 1.5 കിലോ ചപ്പിട്ട് കിട്ടുന്ന മല്ലിക എന്ന് പറഞ്ഞില്ലേ, അത് മറ്റേ മണ്ണിൽ ജലാംശം മഴ കുറവുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന മല്ലിക ഒക്കെ ഇങ്ങനെ വയറൊട്ടിയ രീതിയിലാണ് ഉണ്ടാകുക. ആന്ധ്രയിൽ നിന്ന് വരുന്ന മല്ലിക, ആന്ധ്ര തമിഴ്നാട്ടിൽ വരുന്ന മല്ലികയൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ അത്ര മഴ കിട്ടാത്ത സ്ഥലമാണ് അവിടെ. അപ്പൊ മണ്ണിൽ ജലാംശം കുറയുന്നതനുസരിച്ച് മാങ്ങയുടെ ക്വാളിറ്റി കൂടും. അല്ല, അതിന്റെ ഒരു ഉദാഹരണം വേറെ എവിടെയും പോകണ്ട. എന്റെ മല്ലികമാവ് അവിടെ ബാക്കിൽ ഞാൻ കാണാം. എല്ലാം എന്റെ ബോൾ ടൈപ്പിലാണ് വരുന്നത്. ഞാൻ റഷീഖന്റെ ഇതായിട്ട് എന്നല്ല വരും, ഫുൾ ബോൾ ആയിട്ടാണ് വരുന്നത്. മല്ലിക എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങയുടെ പീക്കാണ്. ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനോടൊന്നും കമ്പയർ ചെയ്യാൻ, ഇതിനോടോ നാംഡോക്കോ ഇതൊന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഇത് അവസാനം റിവ്യൂ ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് റിവ്യൂ ചെയ്തതിന് ശേഷം ഇതൊക്കെ ഇല്ല ഞങ്ങൾക്ക് കേൾക്കൂല. ഇത് നമ്മുടെ കാലാപ്പാടി, മല്ലിക, ഹിമാപസന്ത്, അതുപോലെ കല്ലുകെട്ടി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ ബോംബ്സ് ആണ്. പിന്നെ നമുക്ക് അറിയാത്ത ഒരുപാട് നാടൻ മാങ്ങകളുണ്ട് കേട്ടോ. ചക്കമാങ്ങളും ഇന്ത്യൻ ഹൈബ്രിഡ് മാങ്ങളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ട്. ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പേരില്ലാത്തതും പലരും പേരിടുന്നതായിട്ടുള്ള ഒരുപാട് നല്ല മാങ്ങകളുണ്ട്. ഓക്കെ, ഈ മോണോ എംബ്രിയോണിക് വെറൈറ്റി എന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഇഷ്ടം പോലെ വേരിയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് നല്ല മാങ്ങകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മേടിച്ച് വെക്കാം. ഇത് ഒരു ചെറിയൊരു മാങ്ങ, ഒരു നാട്ടുമാങ്ങ റഷീഖപ്പ തന്നാണ്, ഞാൻ കഴിച്ചിട്ടില്ല. ടേസ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞില്ല കേട്ടോ, കഴിച്ചു നോക്കണം. വിലയിരുത്താൻ പറ്റില്ല, കാരണം അത് മൂപ്പായിട്ടില്ല. അതല്ല, ഇത് ഞങ്ങളെ എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ മാങ്ങ കഴിച്ചിട്ടുള്ള ഞാൻ ഇതാണ്. തൊലിക്ക് കയ്പ് വരും ചെറിയ. ഇത് ഒന്നാമത് ഇതൊരു ചെറിയ മാങ്ങയാണ്, പിന്നെ കഴിക്കാൻ പറ്റും. പുളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റും. പുളിയാണ് ഒന്ന് മുകളിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ, മേലെ പുളി വരും, മേലെ വരും. ജസ്റ്റ് ഇതിന്റെ കൂടെ ഒക്കെ ഒന്ന് കഴിച്ചു നോക്കിയതാട്ടോ നമ്മള്. ഒരു മാങ്ങ കിട്ടിയപ്പോ അത് ഇതും കൂടെ നോക്കി നോക്കി. ഇത് പുളി ഇല്ലെങ്കിൽ നോക്കട്ടെ. അതൊരു നാടനാണ്, പ്യൂർ ലുക്ക് ഉണ്ട്. ഒരു നാടനാണ്. പ്രിയൂർ അല്ല, പ്രിയൂറിന്റെ സ്കിൻ ഇങ്ങനെ അല്ല ഉണ്ടാകും. ഇത് അടുത്തൊരു നാടൻ വെറൈറ്റി നോക്കിയ പേരറിയില്ല. ഇത് പച്ചയില് കഴിക്കണ്ടോ? ഇത് കഴിച്ചു നോക്കിയാ. ഇത് പച്ചയിൽ കഴിക്കാൻ പറ്റുന്ന മാങ്ങ ഉണ്ടോ നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ? ആവറേജിലെ കൂട്ടാൻ പറ്റുള്ളൂ. ചെറിയൊരു മധുരം ഉള്ളൂ. പക്ഷെ പച്ചയിൽ കഴിക്കാൻ പറ്റും. ഇതാ മറ്റേ കൂട്ടത്തിൽ പുളിയില്ല. ആയിട്ടില്ല. പുളിയില്ല, പുളിയില്ല, പക്ഷെ ഭയങ്കര മധുരം ഉണ്ടായി. ചിലപ്പം അതല്ല, ഇതിന്റെ പച്ച കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ. അതെ, ചിലപ്പോ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈ മല്ലിക കഴിച്ചതിന്റെ ശേഷം ഏത് മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ അതെ അതെ. മല്ലിക നമ്മൾ പലരും പറയും നമ്മളെ നാട്ടിൽ കായ്ക്കുന്നില്ല എന്നൊക്കെ പറയും. മല്ലിക ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട്. മല്ലിക ഈ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടൊക്കെ കായ്ക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം റഷീദ് ഭായിന്റെ ആ ഒരൊറ്റ മാവിന് എത്ര കിലോ എടുത്തു? ഞാൻ ഏകദേശം 400 കിലോ. 400 കിലോ. അല്ല, എനിക്ക് മാങ്ങ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് ശരിക്കും നാലാമത്തെ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുമല്ല, ഇത് മല്ലികന്റെ ഷേപ്പിലൊന്നല്ല, ചിലത് വരുന്നുണ്ട് അതേ മെല്ലിച്ച് ഇതായിട്ട് വരുന്നുണ്ട്.
അല്ല. അതേപോലെ ഇത് ഇവര് കാണിച്ചു കൊടുത്തു മല്ലികല്ലായിരുന്നു. മല്ലികല്ല അത് പറഞ്ഞല്ലോ മല്ലിക ഇതെന്താ പറയാ, ഇത് ശരിക്കും നല്ല ബോൾ ടൈപ്പ് ഉണ്ടായിട്ടാണ് വരുന്നത്. അത് ഞാൻ അത് ഒരു 1.5 കിലോ വരെ തൂക്കം കിട്ടിയ മാങ്ങ ടൈം എനിക്ക്. ഋഷിക ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ മല്ലികയും ആന്ധ്രയിൽ നിന്ന് വന്ന മല്ലിക ഒരുമിച്ചാണ് ഞാൻ സെയിം ഫ്ലഷ് ക്വാളിറ്റി, ടേസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 90% സെയിം ആയിട്ട് തോന്നി. പിന്നെ മാങ്ങയുടെ ഷേപ്പ് അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. വെള്ളം കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്തുള്ള മാങ്ങകളൊക്കെ ഒന്ന് ഉരുണ്ട് വരും. അതെ അതെ അതെ. ഇതേ നിങ്ങളെ മാങ്ങന്റെ മുകളിൽ നിന്ന് ഒരു സാധനം എടുത്ത് കൊണ്ടുപോയിട്ട് അത് ആന്ധ്രയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ഓക്കെ, അത് ഒരു വ്യത്യസ്ത ഇനമല്ല. അപ്പൊ നമ്മളത് മല്ലിക തന്നെയാണ് അത്. അത് ഞാനേ 3 വർഷം മുന്നേ ഇതിമന്ന് തൈ ഉണ്ടാക്കി കൊടുത്ത ആളുകൾ ഇപ്പൊ ഈ വർഷം കായ്ച്ചു. 3 വർഷം കൊണ്ട് കായ്ച്ചു. അത് നമുക്കൊരു മല്ലിക 3-ാം വർഷം ചിലയിടത്തൊക്കെ കായ്ക്കുന്നുണ്ട്, ചിലയിടത്ത് 4 വർഷം. മല്ലികക്കൊക്കെ ലേശം സമയം കൊടുക്കണം. ഒരു മാവല്ലേ, ഇതിപ്പോ 3 വർഷം കൊണ്ട് എന്റെ മാവ് കായ്ച്ചിട്ടില്ല എന്ന് വെച്ചാൽ ആരും കരയാന്നും കുത്തിരിക്കണ്ട. പണ്ടൊക്കെ നമ്മൾ സീഡ് ഇട്ടിട്ട് 5, 6, 10 വർഷം കായ്ക്കുന്ന ആൾക്കാരല്ലേ. മല്ലികൊക്കെ ഒരെണ്ണം കായ്ച്ച് വീട്ടിൽ കായ്ച്ച് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുതലാ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് മല്ലിക നമ്മുടെ ബെസ്റ്റ് ഫ്ലേവർ ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതുപോലെ തന്നെ മല്ലികയുടെ ഒരുപാട് സീലിങ്സ് പല നമ്മുടെ സുഹൃത്തുക്കള് പലരും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സീഡ്ലിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട്. നല്ല മാങ്ങകളുണ്ടാവും, പേരൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കഴിക്കാൻ ചിലപ്പോൾ സൂപ്പർ മാങ്ങകളാവും. അപ്പൊ അത്തരം വെറൈറ്റികളൊക്കെ കണ്ടെത്തി പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു തരും. പക്ഷെ അന്നും ഞാൻ അത്ര ഇതിൽ എടുത്തില്ല. ഇപ്പൊ ഈ വർഷം എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഒരുപാട് നാടൻ വെറൈറ്റിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളത്. അതായത് ടേസ്റ്റ് ഉള്ളതും കായപിടുത്തമുള്ളതുമായിട്ടുള്ള നല്ല മാങ്ങകൾ, ടേസ്റ്റുള്ള മാങ്ങകൾ ഒന്ന്. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും അറിയുന്ന നാട്ടിലുള്ള മാങ്ങകൾ ഉണ്ടെങ്കിൽ ഒരു മാങ്ങ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരിക. എന്നിട്ട് നമ്മൾ അവൻ്റെ മാങ്ങകൾ തൈകൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ വർഷം എന്തായാലും കുറച്ച് തൈകൾ, ഒരു 10,000 തൈ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പുതിയ മാങ്ങകൾ നാട്ടിൽ എവിടെയെങ്കിലും, കാരണം ഇതിനൊരു ഇതുണ്ട് ഇല്ലേ, അണ്ടി മുളച്ചു കഴിഞ്ഞാൽ പുതിയൊരു റേറ്റ് ഇല്ല ഇതിന്. അത് സീഡില് 2 തരം സീഡ് വരുന്നുണ്ട്, മോണോ എംബ്രിയോണിക്കും പോളി എംബ്രിയോണിക്കും. ഈ പോളി എംബ്രിയോണിക്കാണ് നമ്മുടെ പ്രിയൂര്, മൂവാണ്ടൻ, ഈ നാംഡോക്ക് സീത്തോങ്, മറ്റേ മോണോ എന്ന് പറഞ്ഞ ഇതിലൊരു വാദമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തെളിയിക്കുന്നവർക്ക് എന്താ കൊടുക്കുക? ഞാൻ പേഴ്സണലി നമ്മൾ A to Z 5 വലിയ മാവ് കൊടുക്കും. 5 വലിയ മാവ് സീത്തോങ്ങിന്റെ സീഡ് പോളിയാന്നുള്ളത്. ഓക്കെ, അപ്പം അത് 5 വലിയ മാവ് A to Z ഞങ്ങൾ ആരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും വീട്ടിൽ എത്തിച്ചു കൊടുക്കും കേട്ടോ. അപ്പം സീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പോളി, മോണോ. പോളിയിൽ നിന്നുണ്ടാകുന്നത് മിക്കവാറും മാതൃഗുണം കാണിക്കും. പിന്നെ അതിൽ നിന്ന് തന്നെ ചില വേരിയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പം കോട്ടുകോണത്തിന് ഒരുപാട് വേരിയൻസ് കാണിക്കുന്നുണ്ട്, കുളമ്പിന് തന്നെ ചെറിയ. പക്ഷേ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് ഇന്നതിൻ്റെ പോളിയിൽ നിന്ന് ഉണ്ടാകുന്ന വേരിയൻസ്, ഇത് കുളമ്പിൻ്റെ വേരിയൻ്റ് ആണ്, കോട്ടുകോണത്തിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് മല്ലിക, ഇതിൻ്റെ സീഡ് മോണോ ആണ്. ഇതിനുണ്ടാകുന്ന സാധനത്തിന് ഒരിക്കലും നമുക്ക് മല്ലിക എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഒന്നേ ഉണ്ടാവും. ചിലപ്പോ ഇതിനെക്കാട്ടിയും ബെസ്റ്റ് ആയിട്ട് കിട്ടും, ചിലപ്പോ ഇതിനെക്കാട്ടിയും വളരെ മോശമായിട്ട് കിട്ടും. ഒരു ഗ്യാരണ്ടിയും കിട്ടൂല. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അണ്ടി മുളപ്പിച്ചുണ്ടാകുന്ന തൈകളും മാങ്ങകളും ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ ഞാൻ തന്നെ എന്റെ വീട്ടിലുണ്ടായ ഒരു നമ്മള് കോട്ടേഴ്സ് ഉണ്ട്, അതിന്റെ അടുത്തുള്ള ഗെയിൻ മാങ്കോ എന്ന് പറയും. ഞാനൊരു പേരിട്ട് ഗെയിൻ മാങ്കോ. അത് അടിപൊളി ടേസ്റ്റ്, ആർക്കും ഇഷ്ടപ്പെടുന്ന അതിന്റെ തൈകൾ ഇപ്പൊ ഞാൻ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതേപോലെ എവിടേക്ക് ആരെങ്കിലും കണ്ടുപിടിച്ച് മാങ്ങകളോ അതെ അതെ. ഇപ്പൊ ഈ വർഷം തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ധൈര്യമായിട്ട് കൊണ്ടുവെക്കാം. എല്ലാവരും 2ാമത്തെ വർഷം അല്ലെങ്കിൽ 3ാമത്തെ വർഷം ഇത് കായ്ക്കും. എല്ലാവരും കായ്ച്ചിട്ടുമുണ്ട്. ഞാൻ ഗെയിം മാങ്ങ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ നെഗറ്റീവും പോസിറ്റീവും വരും. ഒന്ന് മാങ്ങ ചെറുതാണ്, പക്ഷെ നല്ല ഫ്ലേവർ ഉള്ള ഒരു മാങ്ങ, നല്ല ഫ്ലേവറുള്ള നീലമാങ്ങയുടെ സൈസ് വരുന്നുള്ളൂ. ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല മാങ്ങയാണ്, നല്ല ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾ, നല്ല മധുരമുണ്ട്. പക്ഷെ മാങ്ങ ഒരു സൈസ് കുറവാണ്, അത്രേ ഉള്ളൂ. എണ്ണം കൂടുതൽ ഉണ്ടാവും. നല്ല കായ്പിടുത്തമുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കാഴ്ച ആളുകളൊക്കെ അതിന്റെ അത്രയും ഇതായിട്ടാ പറയുന്നത്.